യേശുവിനോടുള്ള ബന്ധം നമ്മൾ എന്ത് ചെയ്യണം? അവനെ കേൾക്കണം. കേൾക്കേണ്ടതിന് 5 കാരണങ്ങൾ കണ്ടു. യേശുവിനെ നമ്മൾ കാണണം. കാണേണ്ടുന്ന 3 സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഇത്രയും ഉന്നതനായ യേശുവാണെങ്കിൽ ഇനിയും അവരോടുള്ള ബന്ധം എന്താണ് ചെയ്യേണ്ടത്? അവനെ കൈക്കൊള്ളണം. 3-ാമത്തെ ആശയം, യേശുവിനെ നമ്മൾ കൈക്കൊള്ളണം. അവനിൽ ഞാൻ ആശ്രയിക്കും, അഥവാ അവനെ ഞാൻ കൈക്കൊള്ളും. അവൻ്റെ മക്കൾ, അവിടെ പറയുകയാണ് ഞാനും എൻ്റെ മക്കളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുക. അത് യേശുവിനെ കേട്ട്, യേശുവിനെ കണ്ട്, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏതൊരുത്തനും ദൈവമകനായി തീരുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നൽകിയിരിക്കുക. ഇന്ന് രാത്രിയിൽ യേശുവിനെ കൈക്കൊള്ളുവാൻ ആവശ്യമുണ്ട്. ഇനിയും എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ ഒരു 5 കൂട്ടം കാരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്കമാലി ദേശമേ യേശുവിനെ നീ കൈക്കൊള്ളേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അവനെ കേട്ട്, അവനെ കണ്ട്, അവനെ കൈക്കൊള്ളേണ്ടതിൻ്റെ കാരണങ്ങൾ. 1-ാമത്തെ കാരണം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലുണ്ട്. എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ. യേശുക്രിസ്തുവിനെ കൈക്കൊള്ളേണ്ടതിന്റെ കാരണം എന്താ? അവൻ സകലത്തിനും ലാക്കും കാരണഭൂതനും. ഞാനിങ്ങനെ പറയട്ടെ, യേശുവിനെ എന്തുകൊണ്ട് കൈക്കൊള്ളണമെന്ന് ചോദിച്ചാൽ, അവൻ സകലത്തിൻ്റെയും ആരംഭകാരണനാണ്. ഉണ്ടാകട്ടെ എന്നുള്ള ഉച്ചാരണത്താൽ സകലത്തെയും ഉളവാക്കിയ സർവശക്തനായ ദൈവം അവിടുന്നാകിയാൽ അവനെ നീ കൈക്കൊള്ളണം. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടിയ. ശാസ്ത്രയുഗങ്ങൾ എത്രയോ പ്രതിഭാസങ്ങളും സിദ്ധാന്തങ്ങളും ഉന്നയിക്കുവാനിടയായി. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ഒരു ശാസ്ത്രമതത്തിനും ഇതുവരെയും വ്യക്തതയോടെ പറയുവാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. എന്നാൽ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതെ, ഈ കാണുന്ന ചരാചരങ്ങളെയെല്ലാം ഉണ്ടാകട്ടെ എന്നുള്ള വാക്കിനാൽ ഉളവാക്കിയ സർവശക്തനായ ദൈവമാണ് യേശു തമ്പുരാൻ. അതുകൊണ്ട് നീ അവനെ കൈക്കൊള്ളണം. അവന്റെ സൃഷ്ടിയാണ് ഞാനും നിങ്ങളും. ദൈവം തന്റെ കരാങ്കുലി കൊണ്ട് മണ്ണിൽ നിന്ന് മനഞ്ഞുണ്ടാക്കി, മൂക്കിൽ ജീവശ്വാസമുണ്ടാക്കി മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കുവാനിടയായി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് സൃഷ്ടാവിൽ നിന്ന് അനേക ദൂരം കാതം അകലെ പോകുവാനിടയായി. ഇന്ന് രാത്രിയിൽ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് നീ മടങ്ങി വരിക. പാപം ചെയ്ത് പാപത്തിന്റെ വഴിയിലൂടെ പാലായനം ചെയ്ത് മതിയാക്കി ഇന്ന് രാത്രി നിന്റെ സൃഷ്ടാവിന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. കാള തന്റെ ഉടയവനെ അറിയുന്നു, എല്ലാ മൃഗങ്ങളും അവയുടെ ഉടമസ്ഥനെ അറിയുന്നു, എന്നാൽ എൻ ജനമോ എന്നെ അറിയുന്നില്ല. അങ്കമാലി ദേശമേ, എന്നെയും നിന്നെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. അവനെ കുറിച്ചാകുന്നു ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അഖിലാണ്ടത്തിന് സൃഷ്ടിതാവായ ആരംഭ കാരണനായ ദൈവം. അതുകൊണ്ട് അവനെ സ്വീകരിക്കണം, അവനെ കൈക്കൊള്ളണം. 2-ാമത്തെ കാരണം എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? അവൻ ആരംഭകാരണൻ മാത്രമല്ല. 2-ാം അധ്യായം 17-ാമത്തെ വാക്യം, എബ്രായർ 2:17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന്. ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുന്നവൻ. 2-ാമത്തെ കാര്യം എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണമെന്ന് ചോദിച്ചാൽ, 1, അവൻ ആരംഭകാരണനായതുകൊണ്ട്. 2, അവൻ അകൃത്യ പരിഹാരകനായതുകൊണ്ട്. യേശു തമ്പുരാൻ അകൃത്യ പരിഹാരകനായതുകൊണ്ട് അവനെ കൈക്കൊള്ളേണ്ടത്. ഞാൻ പറഞ്ഞു, യേശുവിനെ കാണേണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അവനെ ക്രൂശിൽ കാണണം. എന്തുകൊണ്ട് ക്രൂശിൽ കാണണമെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്റെയും നിന്റെയും അകൃത്യത്തിന്റെ പരിഹാരത്തിന്, പാപപരിഹാരത്തിന് വേണ്ടിയാ. യേശുവിൽ യാതൊരു വിധമായ പാപവും ഉണ്ടായിരുന്നില്ല. യെരൂശലേമിന്റെ തെരുവീതിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താമോ? ഒരു വിരൽ പോലും അവന്റെ നേരെ നീട്ടിപ്പിടിക്കുവാൻ ഉണ്ടായിരുന്നില്ല. കാരണം അവൻ വിശുദ്ധനായിരുന്നു, വെളിച്ചം പോലെ വിശുദ്ധനായിരുന്നു. അവനിൽ പാപമുണ്ടായിരുന്നില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. എന്നിട്ടെന്തേ അവിടുന്ന് ക്രൂശിൽ മരിക്കുവാനിടയായി? പാപത്തിന്റെ ശമ്പളം
കൈക്കൊള്ളണം മരണം എന്ന് തിരുവെഴുത്തിൽ വായിക്കുക. അങ്ങനെയാണെങ്കിൽ പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രൻ ക്രൂശിൽ മരിച്ച് എന്തിനെ എന്ന് ചോദിച്ചാൽ പൗലോസ്ലീഹായുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായ ദൈവപുത്രൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അകൃത്യ പരിഹാരകനാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ദീപാലങ്കാരങ്ങളോടുകൂടി ആഘോഷിച്ചതുകൊണ്ട് നിനക്ക് പാപപരിഹാരമുണ്ടാകിയില്ല. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് അകൃത്യ പരിഹാരമുണ്ടാകിയില്ല. നിന്നെയും നിന്റെ ദൈവത്തെ തമ്മിൽ അകറ്റിയിരിക്കുന്നത് നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ എന്ന് തിരുവെഴുത്തിൽ വായിക്കുക. അതുകൊണ്ട് രാത്രിയിൽ പാപപരിഹാരകനായ ക്രിസ്തു കാൽവരിയിലെ ക്രൂശിച്ചൊരു രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാകുന്നത് കൊണ്ട് ഇത് രാത്രിയിൽ പാപബോധത്തോടുകൂടെ കാൽവരി ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് നിന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് അവനെ ഹൃത്തളത്തിൽ സ്വീകരിച്ചാൽ, അവനെ കൈക്കൊണ്ടാൽ അകൃത്യങ്ങളുടെ മോചനമെന്നുള്ള വീണ്ടെടുപ്പ് രാത്രിയിൽ കരഗതമാക്കുവാൻ സാധിക്കും. അങ്കമാലിയിലെ ഏറ്റവും മോശമായ ഏറ്റവും പാപിയായ ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ താങ്കളെയും സ്നേഹിച്ച് താങ്കളുടെ പാപപരിഹാരത്തിനായി ക്രൂശിൽ മരിച്ച ദൈവപുത്രൻ രാത്രിയിൽ സ്വീകരിച്ചാൽ അകൃത്യങ്ങളുടെ മോചനമെന്നുള്ള വീണ്ടെടുപ്പുണ്ട്. അതുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം. മൂന്നാമത്തെ ആശയം എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? ഈ വേദഭാഗത്തു നിന്നുള്ള മൂന്നാമത്തെ ആശയം എബ്രായ 2:15. തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. 14 തൊട്ടുള്ള വാക്യം കൊണ്ടൊന്ന് വായിച്ച മോനെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. മൂന്നാമത്തെ ആശയം, യേശുവിനെ എന്തുകൊണ്ട് കൈക്കൊള്ളണമെന്ന് ചോദിച്ചാൽ അവൻ അടിമനുഖത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നവനാണ്. അടിമനുഖത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നവനാണ്. ഇവിടെ പറയുന്ന അടിമനുഖത്വം എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 2:8-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകുവാൻ വന്നവനാണ്. യേശുക്രിസ്തു പ്രിയപ്പെട്ടവരെ മതത്തിന്റെ രാഷ്ട്രത്തിന്റെ ഇസങ്ങളുടെ എല്ലാ അടിമച്ചങ്കലകളിൽ നിന്നും മനുഷ്യനെ വിമോചിക്കുവാൻ വന്ന വിമോചകനാണ്. അതിൻ്റെ എല്ലാം ഏറ്റവും ആത്യന്തികമായി അവൻ മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിക്കുവാനിടയായി. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ മരണത്തെ ഭയപ്പെടുന്നവനാണ്. ഇന്നല്ലെങ്കിൽ നാളെ മരണമെന്ന് പറയുന്ന വിഷയം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുവാനിടയായിത്തീരും. എത്ര വലിയ അധികായകനായിരുന്നാലും, ആരോഗ്യ ദൃഢഗാത്രനായിരുന്നാലും, സിക് പായ്ക്കുള്ളവനായിരുന്നാലും, ഇങ്ങനെ നീ മസിൽ പിടിച്ചിരിക്കുന്ന ആ ശ്വാസമുണ്ടല്ലോ, അകത്തോട്ട് വലിക്കുന്നത് പുറത്തോട്ട് വിടുവാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ തീരും നിന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ നീ വിളിക്കും, ദൈവമേ, ഓ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നീ ഉണ്ടാക്കി വെച്ച ആരോഗ്യം നിന്നെ രക്ഷിക്കുകയില്ല. നിനക്കുള്ള ഇൻഷുറൻസ് തുകകൾ നിന്നെ രക്ഷിക്കുകയില്ല. ഒരു മതങ്ങളും ഒരു നേതാക്കന്മാരും നിന്നെ രക്ഷിക്കുകയില്ല. മരണഭീതിയിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ, മരണത്താൽ പരാജയപ്പെടുത്തി മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു തമ്പുരാന് മാത്രമേ മരണഭീതിയിൽ അടിമയായിരിക്കുന്ന മനുഷ്യനെ വിടുവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ ആ വലിയ വസ്തുത മനസ്സിലാക്കണം. ഈ ആമ്പാറ്റ കണക്ക് എത്രയോ ആൾക്കാർ അനുദിനം തീർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ചൂരൽമടയിലൊക്കെ കണ്ട സംഭവങ്ങളാണ്. നാളെ ഇവിടെയും ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ, ഒരു വിഷയമുണ്ടായാൽ, ഒരു വലിയ പ്രകൃതി ദുരന്തമുണ്ടായാൽ, പ്രളയമുണ്ടായാൽ, ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാൻ നാളെ ഉണ്ടാകുമോ അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, ദൈവമക്കൾക്കെല്ലാം ഉറപ്പാണ്, ഇന്ന് രാത്രി എന്റെ ശ്വാസം ഇവിടെ നിശ്ചയമായാലും ആ പുത്തപ്പുലരിയിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും, യേശു തമ്പുരാന്റെ അടുക്കലേക്ക് പോകും. എത്ര ദൈവമക്കൾ പ്രത്യാശയുണ്ട്? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ പ്രത്യാശയില്ലാത്ത, ഈ ധൈര്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രിയാണ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ, അങ്കമാലിയിൽ അങ്കലാപ്പോടുകൂടെ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കടന്നു വരിക, യേശുവിന്റെ അടുക്കൽ കടന്നു വരിക. കാരണം അവൻ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിക്കുവാൻ കഴിവുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ ലോകത്തിൽ ഒരു മനുഷ്യന് സാധ്യമല്ല. മരണവും മരണാനന്തര ജീവിതവും ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പ്രത്യയശാസ്ത്രത്തിന്റെ പിന്നാലെ
കീജയെ വിളിച്ചു നടന്നൊരു ചെറുപ്പക്കാരൻ ജീവിതത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ എൻ്റെ സ്വന്തം സ്നേഹിതൻ്റെ ആത്മഹത്യയുടെ മുമ്പിൽ ജീവിതത്തിൽ ഇതുവരെയും യേശുവുണ്ടോ, ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തുവില്ലാതെ ജീവിച്ചിരുന്ന ഞാൻ ബൈബിളിനെ അപകരിക്കുവാനിടയായി എനിക്കൊരു കാര്യം മനസ്സിലായി. യേശു ചരിത്ര പുരുഷനാണ്, യേശു ക്രിസ്തു സത്യമാണ്, അവൻ മരിച്ചവനാണ്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. അവനെ ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ മരണഭീതി മാറുവാനിടയായി. ഈ മരണഭീതിയിൽ കഴിയുന്ന മനുഷ്യനെ അടിമനുഖത്തുനിന്ന് വിടുവിക്കുന്നവനാകുന്നത് കൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം. മൂന്നാമത്തെ കാര്യം എബ്രായ ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം. എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? 16-ാമത്തെ വാക്യം. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ഞാൻ ഇങ്ങനെ പറയാം. 4-ാമത്തെ കാര്യം, എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? അവൻ അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷിക്കുന്നവനാ. അബ്രഹാമിന്റെ സന്തതി ആരാണ് എന്ന് പിന്നീട് വിവരിക്കുന്നുണ്ട്. യേശുവിനെ രക്ഷകരും കർത്താവായി സ്വീകരിച്ച ദൈവമക്കളായി തീർന്നവർ എല്ലാവരും അബ്രഹാമിന്റെ സന്തതികളാ. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ഇന്ന് രാത്രിയിൽ യേശുവിൽ അഭയം പ്രാപിച്ചാൽ അവൻ നിന്നെ സംരക്ഷണ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വിവരിക്കുവാൻ ഒത്തിരി ആശയങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരിക. ഒരു കാര്യം ഞാൻ പറഞ്ഞു പോകട്ടെ. ചരിത്രം നിങ്ങൾക്കറിയാം, ഇന്നും നമുക്കറിയാം. മിഡിൽ ഈസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ അറിയാം. ഇസ്രയേലുമായി ബന്ധപ്പെട്ട യുദ്ധങ്ങൾ. കേരളത്തോലും വരാത്ത ഈ കൊച്ചു രാജ്യത്തെ, ഭൂമിശാസ്ത്രമായി വരാത്ത ഈ കൊച്ചു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ലോകത്തിലെ സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളുമെല്ലാം ഒരുപോലെ കച്ചകെട്ടി ഇറങ്ങിയിട്ടും ഇതുവരെ സാധിക്കാതിരിക്കുന്നത്, അവർ വെന്തുപോകാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുന്നവരും അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തതുകൊണ്ട്. ഒരു കാര്യം കൂടെ തീർത്തു പറയട്ടെ. അവർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകൾക്കും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരല്ല. അവർ ദൈവോത്തരന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും വരട്ടെ എന്നവർ വിളിച്ചുകൂട്ടിയ, ചോദിച്ചു വാങ്ങിയ ന്യായവിധിയാണ് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദേശത്ത് സമാധാനമില്ലാതെ എപ്പോൾ വന്ന് ബോംബ് വീഴുമെന്ന് അറിയാതെ അവർ ഭാരപ്പെടുന്നതിന്റെ കാരണം ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനങ്ങളെ അവഗണിച്ചതുകൊണ്ട്. ദൈവജനമേ, ഇസ്രായേൽ നമ്മളോട് പറയുക, അവഗണിക്കരുത്, വചനത്തെ അവഗണിക്കരുത്. അവരവഗണിച്ചാൽ അവരുടെ ദേശത്ത് വരുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതെന്ന് കണ്ണു തുറന്നു കണ്ടാൽ നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കണ്ണു തുറന്നാൽ നമുക്കറിയാം ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരനക്കവുമില്ല. നമ്മൾ കഴിയരുത്. വചനത്തിലേക്ക് മടങ്ങി വരിക. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യും. ഭാവിയിൽ യേശു തമ്പുരാൻ വരും. കുത്തിയവെങ്കിലേക്ക് അവർ നോക്കും. അപ്പോൾ മാത്രമാണ് സിയോനിൽ നിന്ന് വിടുവിക്കുന്നവൻ വരികയും അവരെ വിടുവിക്കുകയും ചെയ്യും. അതുവരെയും ഈ ഉഷരഭൂമിയിൽ വെന്തുപോകാതെ ആ ജനം അവിടെ നിൽക്കും. അതുപോലെ ദൈവജനവും വെന്തുപോകാതെ ഈ ലോകത്ത് നിലനിൽക്കും. ഇന്ന് രാത്രി എനിക്കറിയാം ദൈവമക്കൾ എത്രയോ പ്രശ്നങ്ങളുള്ളവരുണ്ട്, രോഗങ്ങളുള്ളോ, പ്രയാസങ്ങളുള്ളവർ, സാമ്പത്തികമായ വ്യഥ അനുഭവിക്കുന്നവർ. അവിശ്വാസികൾ വരെ നോക്കിയിട്ട് ചോദിക്കും, നിങ്ങൾക്കൊക്കെ എന്താ കേസ്? ക്യാൻസർ വന്നിട്ട് മടുത്തു പോകാതെ ജീവിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു കാര്യം നമുക്കറിയാം, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുന്നവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നമ്മളെത്രയോ ഭാഗ്യമുള്ളവരാ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് അവനെ കാണുന്നില്ലെങ്കിലും കാണാമറയത്തിരുന്നവന്റെ പ്രവൃത്തികൾ നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മളെ കൊന്നുകളയുവാൻ, ഒടുക്കിക്കളയുവാൻ ചുറ്റും നിന്നുള്ളവരെ എല്ലാവരും ഒരുപോലെ നമുക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും അഗ്നിമതിലായി നിന്ന് യേശുവിന്റെ സംരക്ഷണം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നീ യേശുവിനെ കൈക്കൊള്ളണം. കൂടെ ഇരിക്കാവുന്നുള്ളവരെല്ലാം കാര്യം വരുമ്പോൾ മാറി നിൽക്കും. ആരും അടുത്തു വരികയില്ല. കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അവർ കടന്നുപോകും. എന്നാൽ യേശുവുണ്ടല്ലോ, നിന്റെ കണ്ണുനീർ കണ്ട് കടന്നു പോകുന്നവനല്ല, നിന്റെ വേദനകൾ കണ്ട് മറികടന്നു പോകുന്നവനല്ല. അവൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ സംരക്ഷണ ചെയ്യുന്നവനാ. 5-ാമത്തെ ആശയം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് അവനെ കൈക്കൊള്ളണം? 18-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. 5-ാമത്തെ ആശയം, എന്തുകൊണ്ട് യേശുവിനെ കൈക്കൊള്ളണം? 5-ാമത്തെ ആശയം, അവൻ ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവനാണ്. യേശുവിനെ ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവനാണ്. അവൻ ആരംഭകാരണൻ,
അകൃത്യ പരിഹാരകൻ, അടിമനുഖത്തുനിന്ന് വിടുവിക്കുന്നവൻ, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്തവൻ പോരാ, അവൻ ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവന്. ഈ ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന യേശുവിന് ചില ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം 17-ാമത്തെ വാക്യത്തിൽ അവൻ കരുണയുള്ളവനാണ്. 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവനെ ആശ്രയിക്കാം, ആശ്രയിക്കുവാൻ കൊള്ളാവുന്നത് എന്തുകൊണ്ട്? അവൻ കരുണയുള്ളവന്. കരുണാവാരിധിയായ കർത്താവ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവമുണ്ടല്ലോ ക്രോധത്തിങ്കൽ കരുണയോർക്കുന്നവന്. കാൽവറിയിലെ ക്രൂശിൽ ദൈവക്രോധാഗ്നിയിലൂടെ അവൻ കടന്നുപോയപ്പോഴും അവൻ നമ്മളോട് കരുണയോർത്തവന്. എന്റെയും നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചവന്. നിന്റെ അവസ്ഥകൾ കണ്ട് കരുണയുള്ളവനാണ്, നിന്നെ കൈവിട്ട് കളയുന്നവനല്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അവൻ കരുണയുള്ളവന്. ഏത് കൊടും പാപിയെയും സ്വീകരിക്കുന്ന കരുണാവാരിധിയായ കർത്താവ്. കാൽവറി ക്രൂശിൽ നിന്ന് അണപൊട്ടി ഒഴുകുന്ന ആ കരുണ, ആ സ്നേഹം ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിന്റെ പടിക്കൽ വന്ന് മുട്ടി നിൽക്കുമ്പോൾ നിന്റെ ഹൃദയ കവാടം അവന് വേണ്ടി തുറന്നു കൊടുത്താലുണ്ടല്ലോ, കൃപയുടെ അനർഹമായ പ്രവാഹമുണ്ടായി ആ കരുണയുടെ ആ അനുഭവം ഇന്ന് രാത്രിയിൽ നിനക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അവൻ കരുണയുള്ളവനെന്നും ആശ്രയിക്കുവാൻ കൊള്ളാവുന്നതിന് കാരണം അവൻ കരുണയുള്ളവനാണെന്ന് മാത്രമല്ല, 18-ാമത്തെ വാക്യത്തിൽ അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നവനാ. അവൻ കഷ്ടമനുഭവിച്ചവനാ. ഞാൻ സാധാരണ പറയാറുണ്ട്, പട്ടിണി കിടന്നവന് മാത്രമേ പട്ടിണിക്കാരൻ്റെ വേദന അറിയുള്ളൂ. 5 നേരം മൂക്കുമുട്ട തിന്നുന്ന ഒരുത്തൻ്റെ എടുക്കുക, ചേട്ടാ എനിക്ക് പട്ടിണിയായി 2 നേരമായി കഴിച്ചിട്ട് വല്ലതും തരണമെന്ന് പറഞ്ഞാൽ പുറങ്കാലം തട്ടി വിടും. പട്ടിണിയുടെ അനുഭവം ഉള്ളവനാണെങ്കിൽ അവൻ കലത്തിലുള്ളത് കുറച്ച് വിളമ്പിക്കൊടുക്കും. ഒരനുഭവം ഉള്ളവന് മാത്രമേ മറ്റൊരുവനോട് കരുണ കാണിക്കാൻ സാധ്യമാകുകയുള്ളൂ. യേശുക്രിസ്തു പാപമൊഴികെ നമുക്ക് തുല്യനായ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാകുന്നത് കൊണ്ട് നമ്മുടെ വേദന അവനറിയാം, വേർപാടിൻ്റെ വേദന അവനറിയാം, അതുപോലെ തന്നെ നിന്ദയുടെയും പരിഹാസത്തിൻ്റെ വേദന അവനറിയാം. എല്ലാവരും കൈവിട്ടാൽ എങ്ങനെ അനുഭവവേദ്യമാകുന്നവനറിയാം. പാപം അവൻ ചെയ്തിട്ടില്ലെങ്കിലും കാൽവരിയിലെ ക്രൂശിൽ അവൻ മരിച്ചപ്പോൾ പാപത്തിൻ്റെ ഭയാനകത എത്രയെന്ന് 6-ാം മണി നേരം മുതൽ 9-ാം മണി വരെ ദേശം വരെയും ദേശത്തീരിട്ടുണ്ടായപ്പോൾ പിതാവായി ദൈവം തന്നെ കൈവിട്ട് കളഞ്ഞപ്പോൾ അവൻ അനുഭവിച്ചതാണ് അവനറിയാം. പാപം എത്രയോ വലിയ ഭാരമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവനറിയാം. അതുകൊണ്ട് പാപഭാരവുമായി കഴിഞ്ഞു പോകുന്നവന്റെ മേലും കരുണ കാണിക്കുവാൻ കഴിവുള്ളവനാണ്. ഇത് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആശ്രയിക്കുവാൻ കൊള്ളാവുന്നവൻ. കാരണം അവൻ കരുണയുള്ളവനാണ്. അവൻ കഷ്ടാനുഭവങ്ങളിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. നമ്മളെ അറിയുന്നവനാണ്. പോരാ, അവസാനത്തെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. 18-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താ വായിക്കുന്നത്? താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അവൻ കഴിവുള്ളവനാ. അവൻ കഴിവുള്ളവനാ. നമുക്ക് പലർക്കും കരുണയുണ്ടാകും, പക്ഷെ കഴിവില്ല. എന്ത് ചെയ്യാം? ഒരു 10 കോടി രൂപ കടത്തി കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നാം, ആഗ്രഹം ഉണ്ടാകാം. 10 കോടി പോയിട്ട് 1 കോടി പോയിട്ട് ആസ്തിയില്ലാത്ത ഞാനെങ്ങനെ 10 കോടിക്കാരനെ സഹായിക്കാൻ? ആഗ്രഹമുണ്ട്, കഴിവില്ല. യേശു കഴിവുള്ളവനാ. ദൈവത്തിന് സ്തോത്രം. യേശു കഴിവുള്ളവനാ. യേശു കഴിവുള്ളവനാ. കരുണയുള്ളവനും കഷ്ടമനുഭവിച്ചവനും മാത്രമല്ല, അവൻ കഴിവുള്ളവന്. ഏത് മനുഷ്യരെയും സഹായിക്കുവാൻ ആരംഭകാരണനായ സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവന്. നിന്റെ സാമ്പത്തിക വിഷയം പരിഹരിക്കുവാൻ കഴിവുള്ളവന്. നിന്റെ ഭാവ വിഷയം പരിഹരിക്കുവാൻ കഴിവുള്ളവന്. അവനാൽ അസാധ്യമായത് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു കഴിവുള്ളവനാകയാൽ ഇന്ന് രാത്രിയിൽ അവനെ കൈക്കൊള്ളുക. മാന്യ ശ്രോതാവേ, കഴിവില്ലാത്ത കഴിവുണ്ടെങ്കിലും സഹായിക്കുവാൻ മടിയുള്ള എത്രയോ പേരുടെ പിന്നാലെ നടന്ന് നിന്റെ ജീവിതം നീ വൃഥാവാക്കിയെങ്കിൽ ഇന്ന് രാത്രിയിൽ കഴിവുള്ളവനും നിനക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചവനും ക്രൂശിൽ മരിച്ചവനും കഴിവുള്ളവനുമായ യേശുവിൻ്റെ അടുക്കൽ വരിക. അവൻ നിന്നെ സഹായിക്കുവാൻ പര്യാപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. രാത്രിയിൽ എല്ലാവരെക്കാളും ഉന്നതനായ ഏറ്റവും ശ്രേഷ്ഠനായ യേശുവിനെ തുച്ഛമായ വാക്കുകൾ കൊണ്ട് വിവരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അവന്റെ മഹത്വത്തെ 1 അല്ല 1000 മണിക്കൂറുകൾ പ്രസംഗിച്ചാലും മതി വരികയില്ല, അത് മതിയാകുകയുമില്ല. നാളെയും നാളെ കഴിഞ്ഞും ഞങ്ങളുടെ പ്രസിദ്ധരായ ദൈവദാസന്മാർ ഇവിടെ പ്രസംഗിക്കും. അവിടെയും പ്രസംഗ വിഷയം ഇതുതന്നെയാ, ക്രിസ്തു തന്നെ. നിങ്ങൾ വിചാരിക്കും ഇവൻ എന്ത് ധൈര്യത്തിലാ പറയുന്നത്? ഇതാ ഞങ്ങളുടെ ധൈര്യം. ഞങ്ങൾ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ ഒന്നും പറയുവാനില്ല.
വിഷയങ്ങളില്ല. ഞങ്ങളുടെ പ്രസംഗ വിഷയവും പ്രശംസാ വിഷയവും അത് ക്രൂശ് തന്നെയാണ്. അതുകൊണ്ട് രാത്രിയിൽ ഈ ഉന്നതനായ യേശുവിനെ എന്തു ചെയ്യണം? ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറാകുമോ? യേശു ഇത്ര ഉന്നതനാണെങ്കിൽ, ഇത്രയും ശ്രേഷ്ഠനാണെങ്കിൽ, അവൻ സാക്ഷാൽ ദൈവമാണെങ്കിൽ, എല്ലാവരേക്കാൾ ഉന്നതനാണെങ്കിൽ, അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് ജീവിക്കുന്ന സാക്ഷാൽ ദൈവമാണെങ്കിൽ എന്തു ചെയ്യണം? ഒന്ന്, അവനെ കേൾക്കണം. ഇന്ന് രാത്രിയിൽ അങ്കമാലി ദേശമേ, യേശുവിനെ കേൾക്കുവാൻ നിന്റെ കാതുകൾ ഒന്ന് കൂർപ്പിക്കുമോ? എന്തുകൊണ്ട് യേശുവിനെ കേൾക്കണം? ഈ വചനം എന്തുകൊണ്ട് കേൾക്കണം? ഇത് അരുളി ചെയ്ത വചനമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഉല്ലേഖനം ചെയ്ത് നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ സാഗതി വിശേഷമാണ് ബൈബിൾ. അതുകൊണ്ട് ബൈബിളിൽ നിങ്ങൾ കേൾക്കുക. 2, ഈ വചനം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ഉറപ്പിച്ചു നൽകുന്നതാകുന്നത് കൊണ്ട് ഇത് കേൾക്കണം. 3, ആത്മാവിനാൽ വിരചിതമായിരിക്കുന്ന വചനമാകുന്നത് കൊണ്ട് ഇത് കേൾക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവഗണിക്കരുത് കേട്ടോ, അവഗണിക്കരുത്. അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? അനുസരണക്കേടിനും അവഗണനയ്ക്കും ന്യായവിധിയുണ്ട്. ഈ വചനത്തെ നിങ്ങൾ അവഗണിച്ചു പോയാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവ മനുഷ്യർക്കായി സൂക്ഷിച്ചിരിക്കാൻ, ന്യായവിധിയിൽ അകപ്പെടാതിരിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ, മടങ്ങി വരുവാൻ ദൈവം കൃപ നൽകട്ടെ. ദൈവജനമേ, അനേക നാളുകളായി ദൈവവചനം കേട്ടിട്ടും അവഗണിച്ചു പോകുന്നുവെങ്കിൽ അവഗണിക്കാതെ മടങ്ങി വരാം. ഇസ്രായേൽ നമുക്കൊരു ദൃഷ്ടാന്തമായിരിക്കുക. അവരിന്നും ദൈവക്രോധാഗ്നിയിലൂടെ കശക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൂതന്മാർ മുഖാന്തരവും പ്രവാചകന്മാർ മുഖാന്തരവും അരുളി ചെയ്ത വചനത്തെ അവഗണിച്ചത് കൊണ്ടാണ്. എങ്കിൽ ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പുത്രൻ മുഖാന്തരം അരുളി ചെയ്ത വചനത്തോട് അവഗണന കാണിച്ചാൽ എത്രയോ വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാകുമെന്ന് തിരിച്ചറിവോടുകൂടെ ദൈവജനം ജീവിക്കുവാനും വചനത്തെ സ്നേഹിക്കുവാനും വചനത്തിലേക്ക് മടങ്ങി വരുവാനും കർത്താവ് ഇടയാക്കട്ടെ. 2, യേശുവിനെ എന്ത് ചെയ്യണം? കേട്ടാൽ മാത്രം പോരാ, അവനെ കാണണം. യേശുവിനെ എവിടെ കാണണം? 1, യേശുവിനെ ക്രൂശിൽ കാണണം. ചില ആൾക്കാർ യേശുവിനെ കാണുവാൻ വന്നു. യേശു ക്രിസ്തു പറയുകയാണ്, മനുഷ്യപുത്രൻ തിരസ്കരിക്കപ്പെടുവാൻ പോവുകയാണ്. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കും. പിന്നീട് കർത്താവ് പറയാ, അത് തൻ്റെ മരണഫലത്തെക്കുറിച്ച് അത്രേ ക്രിസ്തു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കാണേണ്ടുന്ന സ്ഥലം അത് കാൽവറിയിലെ ക്രൂശ. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ വളരെ ലളിതമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. യേശുവിനെ നിങ്ങൾ അനേക കാര്യങ്ങൾ കേട്ട് ചരിത്രരേഖകളിൽ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാകും. എന്നാൽ കാൽവറിയിലെ ക്രൂശിലെ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഖിലാണ്ടത്തിന്റെ സൃഷ്ടിതാവായ ദൈവം, ആത്മരൂപിയായ ദൈവം, ദൂതന്മാരെക്കാൾ താഴ്ചയുള്ളവനായി, നമ്മളെപ്പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് അവനും മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് സൃഷ്ടാവായ ദൈവം സൃഷ്ടികളുടെ കൈകളാൽ കൈയേറ്റപ്പെട്ട് കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്ന കർത്താവിനെ നിങ്ങളത് കാണുമോ? ദേഹമാസകലം മുറിവുകൾക്കപ്പെട്ടവനായി, ചാട്ടവാറിൻ്റെ ശക്തമായ പ്രകരങ്ങൾ കൊണ്ടവനായി, കൈകാലുകൾ കാരിരും പാണികളാൽ ക്രൂശിനോട് ചേർത്ത് ബന്ധിക്കപ്പെട്ടവനായി, തലയിൽ മുൾക്കിരീടം വെച്ച് ധരിക്കപ്പെട്ടവനായി, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്നുള്ള ഉറച്ച നിലവിളിയോടുകൂടെ സ്വന്തം തോളിൽ തലചായ്ച്ച് പ്രാണനെ വെച്ച് കൊടുക്കുന്ന ക്രിസ്തുവിനെ നീ കാണണം. എന്തിനു വേണ്ടി? പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം അങ്ങനെ ചെയ്തുവെന്ന് ചോദിച്ചാൽ, നിന്നെ സ്നേഹിച്ച് നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി, മരണഭീതിയിൽ നിന്ന് വിടുവിക്കുവാനായി, നിന്നെ സംരക്ഷണ ചെയ്ത് നിത്യത്തിലെത്തിക്കുവാനായി ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ ഇന്ന് രാത്രിയിൽ നീ കാണണം. കാൽവരി ക്രൂശിൽ നിന്ന് അണപൊട്ടി ഒഴുകി വരും ദൈവസ്നേഹമുണ്ടല്ലോ, ദൈവകൃപ ഇന്ന് രാത്രിയിൽ നീ അനുഭവിച്ചറിയുവാനിടയാകണം. യേശുവിനെ അവിടെ കണ്ടാൽ നിനക്ക് മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്ന കൃപാസനത്തിന്റെ അടുക്കൽ ചെന്ന് അവലാതി പറയുവാൻ, ആരാധിക്കുവാൻ, കൃപാസനത്തിന്റെ അടുക്കൽ എപ്പോഴും ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് ലഭ്യമാകും. അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന നിനക്കുണ്ടല്ലോ, അവൻ വരുമ്പോൾ അവനെ കാണും. ദൈവത്തിന് സ്തോത്രം. യേശു തമ്പുരാൻ വരുവാൻ പോകുക. അവന്റെ വരവിന്റെ കാലൊച്ചകൾ ലോകത്തിൽ കാണാറായി. അതുകൊണ്ട് ദൈവപുത്രനെ ഇന്ന് രാത്രിയിൽ ചുംബിക്കുവാൻ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ, അവനെ കൃത്തുള്ളത് സ്വീകരിക്കുവാൻ കർത്താവ് കൃപ നൽകട്ടെ. അവനെ കണ്ടാൽ മാത്രം പോരാ, അവനെ കേൾക്കുകയും കാണുകയും ചെയ്താൽ അവനെ ഇന്ന് രാത്രിയിൽ നീ കൈക്കൊള്ളുവാൻ ആവശ്യമുണ്ട്. എന്തുകൊണ്ട് കൈക്കൊള്ളണം? അവൻ ആരംഭകാരണനാണ്, നിന്റെ സൃഷ്ടാവാണ്. 2, അവൻ അകൃത്യ പരിഹാരകനാണ്. അകൃത്യഭാരവുമായി രാത്രി ശ്രദ്ധിക്കുന്ന മാന്യസോദാവേ, നിന്റെ അകൃത്യങ്ങളും പേറിക്കൊണ്ട് കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്ന കർത്താവ് പറയാ, രാത്രിയിൽ നിന്റെ പാപത്തിനു വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ മരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന്റെ അടിമനുഖത്ത് വിടുവിക്കുവാനായി അവൻ കാൽവറിയിലെ ക്രൂശിൽ മരിക്കുന്നു. നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തനം ജീവിക്കുന്ന ആ കർത്താവ് പറയുക, മകനെ, മകളെ,
നിന്റെ പാപത്തിനു വേണ്ടി ഞാൻ മരിക്കുക. ഇന്ന് രാത്രിയിൽ ഈ പന്തലിൻ്റെ ഉള്ളിലോ പരിസര പ്രദേശങ്ങളോ ഇതുവരെയും യേശുവിനെ കേൾക്കാതെ, കാണേണ്ടുന്ന പോലെ കാണാതെ, അവനെ കൈക്കൊള്ളാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ ശബ്ദം ഞാൻ കേട്ടു, യേശുവിൻ്റെ സ്നേഹം കാൽവരിയിലെ ക്രൂശിൽ ഞാൻ കാണുന്നു, യേശുവിനെ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് പറയുവാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ ഒരു നിമിഷം യേശു കർത്താവിനോട് ഇങ്ങനൊന്ന് പറയും. എല്ലാവരും പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കിയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഒരു സമർപ്പണത്തോടുകൂടെ സുവിശേഷ യോഗത്തിൽ പങ്കെടുത്തു കടന്നുപോയി എന്നുള്ളതല്ല, ഇതിനകത്ത് ഒരു തീരുമാനത്തോടെ കടന്നു പോകുവാനിടയാകട്ടെ. പന്തലിൻ്റെ ഉള്ളിലോ പരിസര പ്രദേശങ്ങളിലോ ഒരു പക്ഷെങ്കിൽ ഓൺലൈനിലൂടെ സന്ദേശം കേൾക്കുന്നവരോ ആരുമായിക്കൊള്ളട്ടെ, താങ്കൾ ഇത് രാത്രിയിൽ താങ്കൾക്ക് യേശുവിനെ കൈക്കൊള്ളുവാൻ താല്പര്യമുണ്ടോ? ഇത് രാത്രിയിൽ യേശുവിൻ്റെ ശബ്ദം നീ കേട്ടു എങ്കിൽ, യേശുവിനെ നീ ക്രൂശിൽ കണ്ടു എങ്കിൽ, യേശു പറയുക, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം നൽകിയിരിക്കുന്നു. പാപമോചനത്തിനായി കാൽവറിയിലെ ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ പറയുക, മകനെ മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ഹൃദയ കവാടത്ത് ഞാൻ മുട്ടുകയാണ്. നിന്റെ ഹൃദയ കവാടം എനിക്ക് വേണ്ടി തുറന്നു തരുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പാപപരിഹാരത്തിന് വിടുവിച്ച്, മരണഭീതിയിൽ വിടുവിച്ച് നിനക്ക് സ്വർഗം നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങനെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, തലകളെ മടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നിമിഷം കർത്താവിനെ കൈക്കൊള്ളുവാൻ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർ ഒരു പ്രാർത്ഥനാ വാചകം ഇങ്ങനൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ പ്രാർത്ഥനയുടെ വാചകങ്ങൾ പറഞ്ഞു തരാം, പക്ഷെ നിങ്ങളുടെ സ്വന്തം വാചകങ്ങളായി പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ബോധ്യമുള്ളവരായി യേശുവിനോട് ഇങ്ങനെ പറഞ്ഞാട്ടെ. യേശുവേ കർത്താവേ, അവിടുത്തെ അരുളപ്പാടുകൾ എന്നെ കേൾപ്പിച്ചതിനായി സ്തോത്രം. കർത്താവെ, അങ്ങേ ഞാൻ ക്രൂശിൽ കാണുന്നു. എൻ്റെ പാപത്തിനായി അവിടുന്ന് ക്രൂശിൽ മരിച്ചല്ലോ നാഥ. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണം കർത്താവെ. ഞാൻ അങ്ങയെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇനിമേലാൽ ഞാൻ അങ്ങയ്ക്കായി ജീവിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.